ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിനും വളർച്ചയ്ക്കുമായി നമ്മൾ നടത്തുന്ന ഈ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷ ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിന് പ്രാർത്ഥന 25-ാം ദിനം. ഇന്ന് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 12-ാം വചനം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. പ്രിയ മാതാപിതാക്കളെ, മക്കൾ ഇന്ന് പല തിക്താനുഭവങ്ങൾ ഈ നാളുകളിൽ നമുക്കുണ്ട്. മക്കളെ വേണ്ട വിധം പരിചരിച്ചിട്ട് പലപ്പോഴും മക്കളിൽ നിന്ന് കുത്തുവാക്കുകളും മോശമായ സമീപനങ്ങളും പലപ്പോഴും മാതാപിതാക്കൾ ഉണ്ടാകുന്നുണ്ട്. വാർദ്ധക്യമാകുമ്പോൾ അവർ തിരസ്കരിക്കുമ്പോൾ ഭയവും നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ യോഗ്യതയാൽ അവർ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി, സഹായിക്കുന്നവരായി, കൃപയോടുകൂടി ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനായി കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് 20:12. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ വിധേയത്വം അവർക്കുണ്ടാകട്ടെ. എപ്പോഴും അനുസരണത്തിലും വിധേയത്തിലും ജീവിക്കുവാനും ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കുവാനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയുടെ പ്രതിഷ്ഠാ ജപം ചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങൾ അങ്ങേ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഇന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗ്ഗത്തിൽ എത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.